നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച വിഷയങ്ങൾ നിങ്ങൾ ഓർമ്മയുണ്ടാവും അല്ലേ? ഏതൊക്കെയായിരുന്നു? ഇൻസ്പെക്ഷൻ ചേമ്പറിനെ കുറിച്ചും ഡ്രെയിനിന്റെ പലതരത്തിലുള്ള ഷേപ്പുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾ ആ ഭാഗങ്ങളെല്ലാം നന്നായി നോക്കി വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് ഈ ഡ്രെയിനിന്റെ സംഭവം തന്നെ കുറച്ചും കൂടെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ. അതായത് നിങ്ങൾ സെപ്റ്റിക് ടാങ്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ചു. സെപ്റ്റിക് ടാങ്കിന്റെ പ്രവർത്തനമൊക്കെ. എന്നാൽ ഈ സെപ്റ്റിക് ടാങ്ക് ഒക്കെ വരുന്നതിന് മുമ്പ് ആളുകൾ എങ്ങനെയാണ് ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ചത് അല്ലെ? ഒരു പക്ഷെ നിങ്ങളുടെ പാരൻസിനോടോ അല്ലെങ്കിൽ അവരുടെ പാരൻസിനോടൊക്കെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് കൃത്യമായ രീതിയിൽ അവർ പറയും അല്ലെ? ശരി. അതായത് ഈ നമ്മളിന്ന് പഠിക്കുന്നത് സെസ്പൂളിനെ കുറിച്ചാണ് വ്യക്തമായി പഠിക്കുന്നത്. പിന്നെ സോക്പിറ്റിനെ കുറിച്ചും പഠിക്കുന്നത്. സെസ്പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വെർട്ടിക്കലായിട്ടുള്ള ഒരു പിറ്റാണ്. അതായത് ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന മുൻകാലങ്ങളിൽ, അതായത് ഈ സെപ്റ്റിക് ടാങ്കൊക്കെ വരുന്നതിന് മുമ്പ് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു സെസ്പൂൾ. ഞാൻ അതിന്റെ ചില നോട്ട്സുകളൊന്ന് വായിക്കാം. ബിഫോർ സെപ്റ്റിക് ടാങ്ക്സ് were common, sewage from home was often disposed if in covered vertical pits called cesspool. ഇതൊരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു പിറ്റാണ് ഈ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നതിന് വേണ്ടി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതൊക്കെ സോയിൽ ഫിറ്റിങ്ങുകൾ വരുന്നതെല്ലാം ഇതാണ്. സോയിൽ എന്ന് പറഞ്ഞാൽ മണ്ണാണ് അല്ലെ? മണ്ണിലേക്ക് ചേരേണ്ട കാര്യങ്ങൾ നമുക്കറിയാം അല്ലെ? ഇതിന് സെസ്പിറ്റ് എന്നുകൊണ്ട് വിളിക്കാറുണ്ട്. സെസ്പൂളിന് സെസ്പിറ്റ്. ഇതൊക്കെ ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ് ഈ രീതിയിലുള്ള. അപ്പോൾ അത് നമുക്കത് പ്രയോജനം ചെയ്യുന്നതാണ്. ഇനി ട്രഡീഷണലി ഇറ്റ് വാസ് ദ ഡീപ്പ് സിലിണ്ടറിക്കൽ ചേംബർ ഡഗ് ഇൻടു ദി എർത്ത്. അതായത് ഭൂമിയിൽ ഒരു നല്ല ഒരു ആഴത്തിലൊരു കുഴിയൊക്കെ കുഴിച്ച്, അതായത് സിലിണ്ടറിക്കലായിട്ടാണ് ഈ ചേംബർ ഉണ്ടാക്കുന്നത്. 1 മീറ്ററിന്റെ ഡയമീറ്റർ മതിയാവും, 2-3 മീറ്റർ അതിന്റെ ആഴവും കാണും അല്ലെ? ഇതാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്നത്. എന്നാൽ ഈ സെസ്പൂളുകളൊക്കെ, അതായത് ഇന്നത്തെ കാലഘട്ടത്ത് ഈ രീതിയിലുള്ളൊന്നുമില്ല. ഇവിടെ എഴുതിയിരിക്കുന്ന സമയത്ത് the most common areas cesspools are prohibited by local health and building codes. ഇത് നിരോധിച്ചിരിക്കുന്ന സംഗതികളാണ്. ഇപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും കക്കൂസുകളൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്നത് അല്ലെ? മുൻകാലങ്ങളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. ദി ഔട്ടർ സർഫേസ്, അതായത് masonry wall and outer soil wall, okay, is filled with gravel. ഗ്രേവൽ കൊണ്ട് അതെല്ലാം നിറയ്ക്കും അല്ലെ? ഈ കാണുന്നതാണ് ഒരു സെസ്പൂളിന്റെ മാതൃക. ഞാൻ മുമ്പൊരു ചിത്രം ഇട്ടിട്ടുണ്ട്. അതിന്റെ ഇന്റേണൽ ആയിരിക്കുന്ന സംഗതികളാണ് കാണുന്നത്. ആ ഇന്റേണൽ കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായുള്ളൂ. ഇത് ആ വീഡിയോയിലുള്ള ഒരു ഭാഗമായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അത് ഇട്ട് തന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമുക്ക് സെസ്പൂളിനെ കുറിച്ച് പഠിക്കാം. നമുക്ക് ഇനി മറ്റൊന്നാണ് സോക്പിറ്റ്. സോക്പിറ്റ് അതായത് ഇതൊരു സോക്പിറ്റ് നിർമ്മിച്ച് വെച്ചിരിക്കുന്ന സാധനം, കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് വാട്ടർ ഇതെന്ത് ചെയ്യുന്നു? ഇത് നേരെ ഇതെല്ലാം ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകേണ്ടതല്ലേ? എന്ത് ചെയ്യുന്നു? അത് ഇവിടെ പ്രത്യേകമായ രീതിയിൽ അതിട്ട് റെഡിയാക്കുക. ഓക്കെ. ഈ സോക്പിറ്റിന് സീപ്പേജ് പിറ്റ് എന്ന് പറയാറുണ്ട്. ഒരു റെഗുലർ ഷേപ്പ് ആണ് ഇതിനുണ്ടാവും. സർക്കുലർ ഷേപ്പ് ആവണമെന്നൊന്നുമില്ല അല്ലെ? These are the preferred only when water table is low, available land area is less, or when porous layer underlying in previous layer at the top. ചില സ്ഥലങ്ങളിൽ അത് ലൈൻഡ് ആയിരിക്കും, അൺലൈൻഡ്. ഈ സംഗതി
ഇതെന്താണ് ഇതിന്റെ ഉള്ളിലേക്ക് നടക്കുന്ന പ്രവർത്തനം എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയില്ല. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് ഈ സോക്കറ്റ്. കേട്ടോ, ഇത് രണ്ടും സോക്കറ്റ് ആണ്. ഈ കാണുന്ന രണ്ടും സോക്കറ്റ് തന്നെയാണ്. പക്ഷെ എന്താണ് ഇതിലൂടെ വ്യത്യാസമുണ്ട്? ഇത് ഫിൽഡ് ചെയ്യാത്ത ഒന്നാണ്, ഇത് ഫിൽഡ് ചെയ്തിരിക്കുന്ന ഒന്നാണ്. ഇതെങ്ങനെ ചെയ്തിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി നിങ്ങൾ കാണുക. രണ്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായി അത് മനസ്സിലാക്കാൻ പറ്റും. മുകളിലൊരു കോൺക്രീറ്റ് കവറൊക്കെ ഉണ്ട്, രണ്ടിനുണ്ട് കോൺക്രീറ്റ് കവറൊക്കെ. ഇത് നമുക്ക് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ എന്ത് ചെയ്യും, ഇതിലേക്ക് വന്ന് അത് മറയുന്നില്ല അല്ലേ. ശരി, ഈ സോക്കറ്റിന്റെ അതായത് അതിന്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് രണ്ടു തരം വീഡിയോ ഉണ്ട്. അതായത് ക്രോസ് സെക്ഷൻ ഓഫ് സോക്കറ്റ്, അതായത് ഈ സോക്കറ്റിന്റെ നടുവെ മുറിച്ചിട്ട് അതായത് ലൈൻ ഉള്ളതാണെങ്കിൽ എങ്ങനെ ചെയ്യാം, എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോ. Cross section of soak pit with lining. In this video, we are going to see about cross section of soak pit with lining. Inlet pipe, 13 cm thick cement plaster, concrete roof or removable precast concrete slab, 230 mm thick brick lining with dry joints, 75 mm thick outer casing with coarse aggregate. ഇപ്പൊ നമ്മൾ കണ്ടത് ലൈൻ ഉള്ളതാണ്. ലൈൻ ഇല്ലാത്തതാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ ചിത്രം നമുക്ക് കാണാം. Cross section of soak pit without lining. In this video, we are going to see about cross section of soak pit without lining. ഇതെല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നു. അഗ്രിഗേറ്റ് വെച്ചിട്ട് എല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നു. Precast concrete slab, 13 cm thick cement plaster, stone or brick aggregate filling, brick chamber with dry joints, 300 mm thick outer casing with coarse sand, brick chamber, inlet pipe. ഓക്കെ, കാര്യങ്ങൾ കുറച്ചും കൂടെ അത് ബോധ്യമാകാൻ നിങ്ങളെ സഹായിച്ചു അല്ലേ. ഇത് അതിലെ ചില കണക്കുകളാണ് ഇത് പറയുന്നത്. എംപ്റ്റി പിറ്റ് വിത്ത് ലൈൻ, എംപ്റ്റി ആണ് ഇതിനുള്ളിൽ. അത് നിങ്ങൾ കണ്ട സംഗതി തന്നെയാണ്. ശരി, ഈ ഒരു കാര്യം കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇത് വിത്തൗട്ട് ലൈനിങ് ആണ്. നമ്മൾ ആദ്യം കണ്ടത് വിത്ത് ലൈനിങ് ആണ്, ഇത് വിത്തൗട്ട് ലൈനിങ്. അതിന്റെ ഒരു വീഡിയോ നമുക്ക് കാണാം. Cross section of soak pit without lining. In this video, we are going to see about cross section of soak pit without lining. നമ്മൾ കണ്ടതന്നെയാണ്. അത് കുറച്ചുകൂടെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ നിങ്ങൾ കാണിച്ചു എന്ന് മാത്രമാണ്. Precast concrete slab, 13 cm thick cement plaster, stone or brick aggregate filling, brick chamber with dry joints, 300 mm thick outer casing with coarse sand, brick chamber, inlet pipe. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് കാണാൻ കഴിഞ്ഞു അല്ലേ. ശരി, ഇതെങ്ങനെയായിരിക്കും ഇത് ഉണ്ടാക്കിയെടുക്കുക? ഒരു 3 മിനിറ്റുള്ള വീഡിയോ ഉണ്ട്.
Draw the cross section of a soak pit completely filled with aggregate and with partial lining to the scale of 1:20 with the following specifications. Internal diameter is equal to 900 mm. Circular lining is equal to 300 mm thick brick lining with mortar joints to a depth of 900 mm from top. Total depth of pit is equal to 2.0 meter. Outer casing below brick lining is equal to the remaining depth of pit below brick lining is made of 300 mm thick coarse sand casing up to the bottom. General ground level is equal to 450 mm below roof slab. Inlet pipe with bend is equal to 75 mm diameter pipe kept at 200 mm below ground level and connected to the brick chamber provided in the pit. Brick chamber with dry joints is equal to a square type brick chamber is provided inside the pit with 450 mm side on outer side. Thickness of brick wall in chamber is equal to 100 mm. The brick chamber is provided such that the inflow pipe enters with its bend situated at 900 mm from top. One edge of the chamber is kept 100 mm from lining from which side the inlet pipe enters the chamber. Roof covering is equal to covered with removable precast concrete slabs 70 mm thick. Ordinary soil may be provided around the pit to form a sloped connection with the ground and it may be turfed. First, draw the horizontal reference line like bottom level of soak pit. Internal diameter of soak pit is equal to 900 mm. Depth of soak pit is equal to 2000 mm. Draw the circular lining of 300 mm thick brick lining with dry joints. Above the 300 mm thick brick lining of 2000 mm depth, draw the roof slab of 70 mm thickness. Use the conventional sign to indicate the coarse sand of depth 1100 mm. Draw the inlet pipe of 75 mm diameter above 150 mm from coarse sand. Provide 13 mm plaster of 750 mm depth from top of roof. Connect the inlet pipe with brick chamber of 450 mm square. And fill the soak pit with brick aggregate. Use respective conventional sign to indicate the different types of material. ഓക്കെ, കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. ഇതിന്റെ കുറച്ച് കണക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന സംഗതികൾ ഇപ്പോൾ അതിന്റെ ഒരു ഗ്രാഫിക്കൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതിന്റെ വിത്തൗട്ട് ലൈനിങ്ങിന്റെ ഒരു ഗ്രാഫിക്കലായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ടൊന്ന് കാണാം. അതിനെ പ്രൊസീജിയറായിട്ട് നമ്മൾ കണ്ടത്. ഓക്കെ, ഈ ഭാഗങ്ങളെല്ലാം നിങ്ങൾ നന്നായി ഒന്ന് പഠിച്ചു വെക്കാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ലിയർ ആക്കുക. ഓക്കെ, താങ്ക് യു.